ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഭക്ഷണവും മനുഷ്യരും എന്ന പാഠത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 ഭാഗം ഓൾറെഡി കഴിഞ്ഞു അല്ലേ. നമ്മുടെ ആദിമകാലത്തെ മനുഷ്യർ എന്തെല്ലാം കഴിച്ചിരുന്നു, അവരെങ്ങനെയാണ് സ്ഥിരതാമസത്തിലെത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചതല്ലേ. പിന്നെ നമ്മൾ അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ പുരാതന കാലത്ത് നിലനിന്നിരുന്ന സിന്ധു നദീ തട സംസ്കാരങ്ങൾ വരെയാണ് പറഞ്ഞത്. ഇനി നമുക്കതിൻ്റെ ബാക്കി നോക്കാം. ഓക്കേ, ഇനി നമുക്ക് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം എന്ന ഭാഗം നോക്കാം. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൻകാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞ ആദിമ മനുഷ്യർ ഭക്ഷണങ്ങളൊക്കെ ശേഖരിക്കാൻ തുടങ്ങിയെന്ന്. അവർക്ക് പിൻകാല ഉപയോഗത്തിന് സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ടാവുക? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിക്കുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. നമ്മൾ പറഞ്ഞു, ആദ്യം അവരൊന്നും ഭക്ഷണമൊന്നും ശേഖരിച്ചിരുന്നില്ല, പിന്നെ അവർ ശേഖരിക്കാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ശേഖരിച്ചിരുന്ന വസ്തുക്കൾ അവർക്ക് ആവശ്യമുള്ളത് എടുത്തു വെച്ച് ബാക്കി മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കാം അവർ കൈമാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഇനി നോക്കൂ അടുത്ത പേജ്. അവിടെ എന്തോ ഉണ്ടല്ലേ, നല്ല ഭംഗി കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കേരളമൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗം. അവിടെ എങ്ങനെയായിരുന്നു ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം എന്നാണ് പറയുന്നത്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഘകാല കൃതികൾ പറഞ്ഞാൽ കുറേ പുരാതന കാലത്തെ കൃതികളാണെന്ന് നമുക്കറിയാം അല്ലേ. അവിടെ എന്താണ് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്താണ് ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം നിലനിന്നതിൻ്റെ സൂചനകൾ അതിലുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു പ്രദേശത്ത് ഉണ്ടാകുന്ന കൃഷികളിൽ അവർ എന്തൊക്കെയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അത് അവർ സമാഹരിച്ച് അപ്പുറത്തെ പ്രദേശത്തിൽ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുകയും അവിടെയുള്ള വസ്തുക്കൾ എന്താണ് തിരിച്ചിങ്ങോട്ട് വാങ്ങുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? നമ്മളിപ്പോൾ എന്താണ് ഒരു വസ്തുക്കൾ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കൂലേ, എന്നിട്ട് നമ്മളതിന് പണം വാങ്ങും. അങ്ങനെയാണ് നമ്മൾ എന്നിട്ട് ആ പണം കൊണ്ടാണ് നമ്മൾ മറ്റു വസ്തുക്കൾ വാങ്ങുന്നത്. പക്ഷേ ആദ്യകാലത്ത് എന്തായിരുന്നു? അപ്പോൾ കടൽ തീരത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്താണ് കുറേ മത്സ്യങ്ങളും ഇതൊക്കെ കിട്ടും. അവർ ആ വസ്തുക്കൾ അവിടുന്ന് ശേഖരിക്കും. എന്നിട്ട് അപ്പുറത്തെ പ്രദേശങ്ങളിൽ പോയിട്ട് വനപ്രദേശങ്ങളിൽ പോയിട്ട് അവരുടെ അടുത്തുള്ള വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവർക്കുള്ള മത്സ്യവും മറ്റും കൊടുക്കും. അങ്ങനെ കൃഷി ഓരോ മേഖലയിലും ഓരോ വ്യത്യസ്ത വിഭവങ്ങളാണ് ഉൽപ്പാദിപ്പിക്കല്ലേ. അവരെന്ത് ചെയ്യാണ്? സാധനങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് സാധനങ്ങൾ വാങ്ങുന്നത്. നമുക്ക് എന്തുണ്ട് അത് കൊടുത്തിട്ട് മറ്റിടത്തുനിന്ന് തിരിച്ച് അവർക്കുള്ളത് വാങ്ങും. അങ്ങനെയാണ് അന്ന് സാധനങ്ങൾ അന്യോന്യം കൈമാറ്റം ചെയ്തിരുന്നത്. നിങ്ങൾ കൂട്ടുകാർ പരസ്പരം ഉള്ള വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് അങ്ങനെ കൈമാറ്റം ചെയ്യാറില്ലേ? അതുപോലുള്ളൊരു രീതിയായിരുന്നു. ഇനി നോക്കൂ, കൈമാറ്റ സമ്പ്രദായം. എന്താണ് കൈമാറ്റ സമ്പ്രദായം? നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് എന്താണ് ബാർട്ടർ സമ്പ്രദായം? ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്?
നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുന്നേ സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതി. ഈ രീതിക്കാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ കൊടുത്ത് മറ്റ് സാധനങ്ങളെ വാങ്ങുന്ന ആ ഒരു രീതിക്ക് പണ്ട് കാലത്ത് നിലനിന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയായി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഇങ്ങനെ ആദ്യം സാധനങ്ങൾ തമ്മിൽ കൈമാറിയില്ലേ. അപ്പോൾ എന്തുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുന്നു. പിന്നെ സാവകാശം എന്താണ്, അതിൻ്റെ രീതിയൊക്കെ മാറാൻ തുടങ്ങി. എന്താ, നല്ല വസ്തുക്കൾ കുറച്ച് കൊടുത്ത് കൂടുതൽ വാങ്ങാനും, അപ്പോൾ വില കൂടിയ വസ്തുക്കൾ ഇത് നല്ലത്, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സാവകാശം വരാൻ തുടങ്ങിയില്ലേ. അപ്പോൾ അതെന്തിലേക്ക് മാറി? കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ആദ്യം വീടുകളിലൊക്കെ പോയിട്ട് അടുത്തുള്ളവരൊക്കെ അങ്ങനെയൊക്കെയാണ് മാറ്റിയിരുന്നത്. പിന്നെ ഒരു സ്ഥലം കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. ആദ്യം ചന്തകൾ, പിന്നെന്താണ്, അത് ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരമായി മാറുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഈ നഗരങ്ങളുടെ രൂപീകരണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സാവകാശം ആദ്യം ഒരു ചെറിയ കേന്ദ്രങ്ങൾ, അത് പിന്നെ വലുതായി നഗരങ്ങളായി, അങ്ങനെ കച്ചവട കേന്ദ്രങ്ങൾ വലുതായി നഗരങ്ങളായി. അപ്പോൾ എല്ലാവർക്കും എന്താണ്, ഒരേ സ്ഥലത്തേക്ക് വരാനുള്ളൊരു അവസരമായി അല്ലേ. ഒരു സ്ഥലം തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ എല്ലാവരും ആ സ്ഥലങ്ങളിൽ തന്നെ എത്തിച്ചേരുന്ന ഒരു രീതിയിലേക്ക് വന്നു. അങ്ങനെ എന്ത് ചെയ്യും, അവിടെ പല വസ്തുക്കളും വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാരും കൂടി അങ്ങനെ അതൊരു നഗരമായി മാറി. നോക്കൂ, ഇനി എന്താ, ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു ഭാഗമാണല്ലേ. അപ്പോൾ എന്താണ് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം വസ്തുക്കളും മാർഗങ്ങളുമായിരിക്കാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക? ചർച്ച ചെയ്യൂ. ഇപ്പം എന്താ പറഞ്ഞത്? നമ്മളോടൊരു ചർച്ചയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാൻ അവരെന്തെല്ലാം മാർഗങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുപോലെ ശേഖരിച്ച വസ്തുക്കൾ എന്താണ്, വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും അതവിടെ ചെന്നിട്ട് എങ്ങനെയൊക്കെ കൈമാറ്റം ചെയ്യുന്നത്, ഇതൊക്കെ കുറിച്ച് ഒരു ചർച്ച ചെയ്യാനാണ്, ഗ്രൂപ്പ് ചർച്ചയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചർച്ചയിൽ എന്തെല്ലാം പോയിൻറ്റ്സ് ഉൾപ്പെടുത്തണം? നമ്മൾ ആദ്യകാലത്ത് അവർ എന്തൊക്കെയാണ് ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നത്, അപ്പോൾ അധികം വന്ന വസ്തുക്കൾ അവരെന്താ ചെയ്തിരുന്നത്, അപ്പോൾ അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ എന്താണ്, പിന്നീടുള്ള ഉപയോഗത്തിനായി അവർ സംഭരിക്കുകയും ചെയ്തു. കൂടാതെ എന്താണ്, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. പിന്നെ എന്താണ്, അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? അപ്പോൾ എങ്ങനെയായിരിക്കും അടുത്തത്? അപ്പോൾ തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു അല്ലേ. മറ്റുള്ളവർക്ക് അവർ കൈമാറിയിരുന്നു. പിന്നെ അവർ ആ വസ്തുക്കൾ എങ്ങനെയൊക്കെയാണ് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക? എന്തൊക്കെ മാർഗമാവും? നദീമാർഗമാവാം. അതുപോലെ എങ്ങനെയാവല്ലേ? നിങ്ങളൊന്ന് പരസ്പരം ചർച്ച ചെയ്യുക. എല്ലാവർക്കും അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയുകയും അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടെ കോർത്തിണക്കി പുതിയ അറിവുകൾ നേടാൻ നോക്കുക കേട്ടോ. ഓക്കെ, അത് ചർച്ചയാണ്. ചർച്ചയിലൂടെ നമുക്ക് പലതും ആലോചിക്കാം അല്ലേ. ഓരോരുത്തരുടെ മൈൻഡിൽ നമുക്കറിയാം അന്ന് എങ്ങനെയൊക്കെ മാർഗ്ഗങ്ങളിലാവും. ചിലപ്പോൾ നദീമാർഗ്ഗമാവാം, ചിലർ കരമാർഗ്ഗം. നമ്മൾ അന്ന് അവർ മൃഗങ്ങളൊക്കെ ഇണക്ക് വളർത്തിയിരുന്നു അല്ലേ, അവയൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് എത്തിച്ചിരുന്നു അല്ലേ വസ്തുക്കൾ. അതൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാം. ഓക്കെ, അതൊരു ചർച്ച, ഗ്രൂപ്പ് ചർച്ചയാണ്. ഇനി അടുത്തത് നോക്കാം. ഇനി ഒരു ഫ്ലോ ചാർട്ടാണ്. നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു സാവകാശമാണ് എന്ത്, നഗരങ്ങളുണ്ടായത്. അപ്പോൾ നഗരങ്ങളുടെ രൂപീകരണം ഏതെല്ലാം രീതിയിലാണ് ഉണ്ടായത്? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് സാധനങ്ങളുടെ കൈമാറ്റം. അപ്പോൾ ആദ്യം സാധനങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്തു. അങ്ങനെ പിന്നെ എന്തുണ്ടായി? അങ്ങനെ അവസാനം നഗരങ്ങളായി. അപ്പോൾ എന്തെല്ലാം ഒന്ന് ഊഹിച്ചു നോക്കൂ, ഒന്ന് ഓർത്തു നോക്കൂ. എന്തെല്ലാണ്? സാധനങ്ങളുടെ കൈമാറ്റം,
പിന്നെന്തായി? പിന്നെ സാവകാശം അത് കച്ചവടമായി മാറിയില്ലേ? കച്ചവടമായി പിന്നെന്തായി? കുറച്ച് ചെറിയ കച്ചവടമായിട്ട് പിന്നെ ചെറിയ ചന്തകൾ രൂപീകരിക്കപ്പെട്ടു. തുടർന്ന് കച്ചവട കേന്ദ്രങ്ങളുണ്ടായി. അങ്ങനെയാണ് നഗരങ്ങളിലെത്തിയത്. അപ്പം എന്താണ്? സാധനങ്ങളുടെ കൈമാറ്റം സാവകാശം കച്ചവടത്തിലേക്ക് നയിച്ചു. പിന്നെന്താണ്? കച്ചവടം വലുതായി ചെറിയ ചന്തകൾ രൂപീകരിക്കപ്പെട്ടു. പിന്നീട് എന്ത് സംഭവിച്ചു? ചന്തകളൊക്കെ കുറച്ചുകൂടെ വിപുലമായിട്ട് കച്ചവട കേന്ദ്രങ്ങളായി അത് മാറി. അങ്ങനെ പിന്നീട് ആ കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങളായി രൂപീകരിക്കപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് നഗര രൂപീകരണം ഉണ്ടായത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അപ്പോൾ എന്താണ്? അവിടെ ഒരു താല്പര്യമുള്ള ഒരു കാര്യമല്ലേ ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ്? ഒരു കൊളാഷ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സാധനങ്ങളുടെ കൈമാറ്റവും നഗരങ്ങളുടെ വളർച്ചയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്ത് കൊളാഷ് നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ എന്നാണ്. അപ്പോൾ കൊളാഷ് എങ്ങനെയാണ് നിർമ്മിക്കാമെന്ന് അറിയാമല്ലോ അല്ലേ? നമ്മൾ കൊളാഷ് നിർമ്മിക്കാൻ നമ്മൾ ഒരു തീം വേണം. തീം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? സാധനങ്ങളുടെ കൈമാറ്റവും നഗരങ്ങളുടെ വളർച്ചയും അതുമായി ബന്ധപ്പെട്ട പിക്ചറുകളൊക്കെ കൂട്ടി ഒട്ടിച്ച് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കൊളാഷ് ക്ലാസ് റൂമിൽ പ്രദർശിപ്പിക്കാനാണ്. അത് ഗ്രൂപ്പായിട്ട് ചെയ്യാനുള്ളൊരു വർക്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം എന്താണ് ആവശ്യമുള്ളത് ശേഖരിച്ചു, പിന്നീട് എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് അടുത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ തുടങ്ങി. പിന്നെ ചെറിയ കച്ചവട കേന്ദ്രങ്ങൾ അതുപോലെ നഗരങ്ങളായി ചുറ്റുഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒന്നിച്ച് തമ്മിൽ കച്ചവടം നടത്താൻ തുടങ്ങി. പിന്നെ അതെന്ത് ചെയ്തു? അത് വീണ്ടും വിപുലമാകുകയാണ്. അതാണ് ഇനി നോക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റങ്ങളുണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായി പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? വലിയ വലിയ ചെറിയ പ്രദേശങ്ങൾ കഴിഞ്ഞ് വലിയ ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കൾ തമ്മിൽ കൈമാറ്റം ചെയ്തിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരിടത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. നമ്മൾ കടൽ കടന്നും ഒക്കെ പ്രാചീന കാലം മുതൽ തന്നെ വിദൂര ദേശങ്ങളുമായി സാധനങ്ങൾ കൈമാറ്റമുണ്ടായിരുന്നു. ആരൊക്കെയുമായിട്ടാണ് നമുക്കുണ്ടായിരുന്നത്? റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ ഇവരൊക്കെ ആയിട്ടും എന്താണ് നമ്മുടെ കച്ചവട കൈമാറ്റം ഉണ്ടായിരുന്നു. ഇനി നോക്കൂ, താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്? ഓരോന്നും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ആദ്യം എന്താണ്? കുരുമുളക്, പിന്നെ ഏലം, പിന്നീടോ ഇഞ്ചി, ഗ്രാമ്പൂ, കറുവാപ്പട്ട, പിന്നെ ജാതിക്ക. ഇവയൊക്കെ എന്താണ്? സുഗന്ധവ്യഞ്ജനങ്ങളാണ്. ഇനി ഇവയെക്കുറിച്ച് ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാമല്ലേ, ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വിദേശത്ത് നിന്നും ദൂരപ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാനുണ്ടായിരുന്ന പ്രധാന കാരണം ഈ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. കച്ചവടത്തിനായിട്ട് യൂറോപ്യന്മാരൊക്കെ ഇങ്ങോട്ട് വരാൻ കാരണം എന്തായിരുന്നു? ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നമുക്ക് ചെറിയ കുറിപ്പ് നോക്കാം അല്ലേ? അപ്പോൾ കുരുമുളകിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ബാക്കി നിങ്ങൾ സ്വയം കണ്ടെത്തി എഴുതട്ടോ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. അതൊരു പ്രധാന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നീട് എന്താണ്? കുരുമുളകിൻ്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ്. കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ് അല്ലേ? പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും
നൽകാനും ഔഷധമായും ഒക്കെ നമ്മൾ കുരുമുളക് ഉപയോഗിക്കുന്നു. ഇതാണ് കുരുമുളകിനെ കുറിച്ചൊരു ചെറിയ കുറിപ്പ്. ഇനി കൂടുതൽ ഒരുപാടുണ്ട് കുരുമുളകിനെ കുറിച്ച്. നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് ബാക്കി അറിയുന്നതും കൂടെ കൂട്ടിയിട്ട് കൂടുതൽ വിപുലമാക്കി കുറിപ്പ് തയ്യാറാക്കുക. അടുത്തതായി ഏലം. അപ്പോൾ ഏലം എന്താണ്? സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലം അറിയപ്പെടുന്നത്. കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നതാണ് ഏലം. ഒരുപാട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലും പിന്നെ അതുപോലെ ആസാമിലും. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം. അപ്പോൾ ഏലത്തിൻ്റെ ജന്മദേശം എവിടെയാണ്? ഇന്തോനേഷ്യയിലും അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചിയുടെ പ്രത്യേകതയാണ് അല്ലേ. അപ്പോൾ എന്താണ്? ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്നു. നമുക്ക് ഇഞ്ചി ഔഷധമായും അതുപോലെ സുഗന്ധവ്യഞ്ജനമായിട്ടും ഉപയോഗിക്കുന്നു. പിന്നെന്താണ്? ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയാണെന്നും മലേഷ്യ ആണെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഞ്ചിയുടെ ജന്മദേശം ഇത് രണ്ടും ആണെന്നാണ് കരുതപ്പെടുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ഇനിയോ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് എന്താണ്? ഗ്രാമ്പൂ. അപ്പോൾ എന്താണ്? ഗ്രാമ്പൂ അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പൂ അല്ലേ. ഗ്രാമ്പൂ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നല്ല സ്മെല്ലാണല്ലേ. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. അതുപോലെ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പൂ കൃഷി ചെയ്യുന്നത്. ഇനി ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പൂ സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ച് തുടങ്ങിയത്. ഗ്രാമ്പൂവിൻ്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നത്. കൂടാതെ പ്രോട്ടീന്, ഇരുമ്പ്, കൊഴുപ്പ്, കാൽസ്യം, ഫോസ്ഫറസ്, അന്നജം എന്നീ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു സുഗന്ധവ്യഞ്ജനമാണ് നമ്മുടെ ഗ്രാമ്പൂ. ഇനി കറുവാപ്പട്ട. അപ്പം നമ്മൾ കറുവാപ്പട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സാധാരണയായി കാണുന്ന ഒരു വലിയ മരമാണല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, ആ വലിയ മരത്തിൻ്റെ തൊലിയിൽ നിന്നാണ് ഈ കറുവാപ്പട്ട എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുറിപ്പ് നോക്കാം. മരത്തിൻ്റെ പുറന്തൊലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കറുവാപ്പട്ട. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്നതോ ഭക്ഷണ രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവാപ്പട്ട തോട്ടം നിലകൊള്ളുന്നത്. അതെവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവാപ്പട്ട തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ജാതിയാണ്, ജാതിക്ക. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായി കാണുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക അല്ലേ. അപ്പോൾ ജാതിക്കയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, പ്രാധാന്യമുണ്ട്, നമുക്കറിയാവുന്നതാണ്. നമ്മൾ പല ഔഷധമായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളുടെ രുചി കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കൂ, വളരെയേറെ ഔഷധ ഗുണം നിറഞ്ഞ ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതി മരം സമൃദ്ധമായി വളരുന്നു. അപ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ നമുക്കറിയാം ധാരാളം ജാതി മരങ്ങൾ വളരുന്നുണ്ട് അല്ലേ. മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം ജാതിക്ക കൊണ്ടുപോയിരുന്നു. അപ്പോൾ അറബികളൊക്കെ ഇവിടുന്ന് ധാരാളം ജാതിക്ക കൊണ്ടുപോയിരുന്നതിൻ്റെ തെളിവുകളൊക്കെ പല ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് ലഭിക്കുന്നതിനും സുഗന്ധവ്യഞ്ജനങ്ങൾ, ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ ജാതിക്ക പൊതുവെ ഉപയോഗിക്കുന്നത്? സുഗന്ധവ്യഞ്ജനങ്ങളായിട്ട് നമ്മൾ ആ ബിരിയാണി, ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ വളരെ ഔഷധങ്ങളിലൊക്കെ നമ്മൾ ജാതിക്കയുടെ കുരുവൊക്കെ പൊടിച്ച് ചേർക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇതൊക്കെയാണ് ജാതിക്കയെക്കുറിച്ചുള്ള കുറിപ്പ്. ഇനി നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം അല്ലേ. ഇനി ധാരാളം സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ച് നോട്ട് കുറിപ്പിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് അറിയുന്നതും വീട്ടിലുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടും ഒക്കെ
ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി എന്താണ് ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.